നയൻതാര ചക്രവർത്തി 2006 ഇറങ്ങിയ കിലുക്കം കിലുകിലുക്കം എന്നതാണ് താരത്തിന്റെ ആദ്യ സിനിമ. അഭിനയ മികവിനെ തുടർന്ന് നിരവധി അവാർഡുകളാണ് താരത്തെ തേടിയെത്തിയത്. എസ്തർ അനിൽ 2010 ഇറങ്ങിയ നല്ലവൻ എന്ന സിനിമയിലൂടെ ബാലതാരമായാണ് എസ്തറിന്റെ അരങ്ങേറ്റം. ദൃശ്യം സിനിമയിൽ മോഹൻലാലിന്റെ മകളായ അനുമോൾ എന്ന കഥാപാത്രത്തിലൂടെ കൂടുതൽ ശ്രദ്ധേയയായി. സനുഷ സന്തോഷ് 2000 പുറത്തിറങ്ങിയ ദാദാ സാഹിബ് എന്ന ചിത്രത്തിലൂടെയാണ് 5 വയസ്സുള്ള ബേബി സനുഷ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധേയമായത്. കല്ലുകൊണ്ടൊരു പെണ്ണ് എന്നതാണ് ആദ്യ സിനിമ. കാഴ്ച, സൗമ്യം എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും ലഭിച്ചിട്ടുണ്ട്. അനിക സുരേന്ദ്രൻ കഥ തുടരുന്നു എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ മേഖലയിലേക്ക് അനിക എത്തിപ്പെടുന്നത്. 5 സുന്ദരികൾ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് എന്ന അവാർഡും ലഭിച്ചിരുന്നു. സാറ അർജുൻ ഹിന്ദി, തമിഴ്, തെലുങ്കു, മലയാളം എന്നീ ഭാഷകളിൽ തന്റെ കയ്യൊപ്പ് പതിപ്പിച്ച താരമാണ് സാറ അർജുൻ. ദൈവത്തിരുമകൾ എന്ന സിനിമയിൽ വിക്രത്തിന്റെ മകളായ നിലാകൃഷ്ണ എന്ന വേഷത്തിലൂടെയാണ് സാറ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങുന്നത്. അക്ഷര കിഷോർ കറുത്തമുത്ത് എന്ന പരമ്പരയിലൂടെ മലയാളികളുടെ ബാലമോളായാണ് അക്ഷര ശ്രദ്ധിക്കപ്പെടുന്നത്. സീരിയൽ കൂടാതെ സിനിമയിലും താരം കയ്യടി നേടിയിരുന്നു. മാളവിക നായർ കമൽ സംവിധാനം ചെയ്ത കറുത്ത പക്ഷികൾ എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ മകളായി അരങ്ങേറ്റം കുറിച്ച താരമാണ് മാളവിക. ഈ ചിത്രത്തിലെ കഥാപാത്രത്തിന് ആദ്യമായി കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും ലഭിച്ചിരുന്നു. മീനാക്ഷി അനൂപ് ഷോർട്ട് ഫിലിമിലൂടെയാണ് മീനാക്ഷി അഭിനയത്തിലേക്ക് എത്തിച്ചേരുന്നത്. അമർ അക്ബർ ആന്റണി എന്ന ചിത്രത്തിലെ ഫാത്തിമ എന്ന കഥാപാത്രത്തിന് ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് അവാർഡും ലഭിച്ചിരുന്നു. ഒപ്പം എന്ന സിനിമയിലെ കഥാപാത്രവും വളരെ പ്രശംസനീയമായിരുന്നു. ജയശ്രീ ശിവദാസ് ബ്ലസി സംവിധാനം ചെയ്ത ഭ്രമരം എന്ന സിനിമയിലൂടെ ബാലതാരമായിട്ടാണ് ജയശ്രീ ശിവദാസ് മലയാള സിനിമാ ലോകത്തേക്ക് എത്തിപ്പെടുന്നത്. നിവേദ തോമസ് വെറുതെ ഒരു ഭാര്യ എന്ന ചിത്രത്തിലൂടെ ഗോപികയുടെയും ജയറാമിന്റെയും മകളായി എത്തിയ നിവേദ തോമസിനെ അധികമാരും മറന്നിരിക്കുകയില്ല. 2004-2007 സംപ്രേഷണം ചെയ്തിരുന്ന മൈ ഡിയർ ഭൂതം എന്ന പരമ്പരയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് നിവേദ എത്തിപ്പെടുന്നത്. നിവേദിത വിജയൻ 2006 മുതൽ 2012 വരെ സ്ക്രീനിൽ തിളങ്ങി നിന്നിരുന്ന താരമാണ് നിവേദിത വിജയൻ. പളുങ്ക് എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്ക് എത്തിയ താരം ഭ്രമരം, കാണാക്കൺമണി, ഇന്നത്തെ ചിന്താ വിഷയം എന്നീ സിനിമയിലെ വേഷങ്ങൾക്ക് ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് അവാർഡും നേടിയെടുത്തിരുന്നു.